ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പഴയകാല നാടൻ പലഹാരമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് രാവിലെ ഉണ്ടാക്കിയാൽ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയും ഉപയോഗിക്കാം. എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചിരകിയ തേങ്ങ 1/2 കപ്പ് ചേർക്കുക. ഇതിലേക്ക് 4-5 ഏലക്കയുടെ അരി മാത്രം പൊടിച്ച് ചേർക്കുക. 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. ഏത്തപ്പഴം ചേർത്താണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴത്തിന് നല്ല മധുരമാണ്, അതുകൊണ്ട് പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഞാൻ 1 കപ്പ് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 കപ്പും കൂടി ചേർക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ അരി അരച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിൽ 1 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി വെള്ളവും കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. അരച്ചെടുത്ത ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ഒഴിക്കത്തക്ക വിധമുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. 1/2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് കറക്റ്റായിട്ടുള്ള കണക്ക്. 2 ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ പഴുത്ത് പോകാത്ത പഴമായിരിക്കണം. അത് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി കട്ടിയിൽ അരിയരുത്, വളരെ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. ബാറ്ററുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇത് വേവിച്ചെടുക്കാം, ആവിയിൽ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ചിരിക്കുകയാണ്. ഇതിലേക്ക് നെയ്യ് തടവിയ ഒരു കിണ്ണം വെച്ച് കൊടുക്കാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ബാറ്റർ ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് 20 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്ന് ഇത് സ്റ്റീമറിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നല്ലതുപോലെ തണുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്യാൻ. നല്ലതുപോലെ തണുത്തില്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നല്ല ഷേപ്പിൽ കിട്ടുകയുമില്ല. അപ്പോൾ നല്ലതുപോലെ തണുത്തതിന് ശേഷം കട്ട് ചെയ്താൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാണാനും ഭംഗിയായിരിക്കും, കഴിക്കാനും വളരെ നല്ലതാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്കിനും നല്ലതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.